ഇന്ത്യയിൽ നിന്ന് ഇത്തവണ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി തീർത്ഥാടനത്തിന് പോകാൻ കാത്തിരുന്നവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ്. ഹജ്ജിൻ്റെ നുസുക് പോർട്ടൽ വഴി പണമടക്കുന്നതും രേഖകൾ കൈമാറുന്നതും സൗദി അവസാനിപ്പിച്ചു. ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് അനുവദിച്ച 52,507 സീറ്റുകളാണ് സൗദി ഗവൺമെൻറ് വെട്ടിക്കുറച്ചത്. കേരളത്തിൽ മാത്രം 10,000 തീർത്ഥാടകർ രേഖകൾ കൈമാറാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പണവും രേഖകളും കൈമാറാൻ സൗദി നിശ്ചയിച്ചിരുന്ന തീയതി കഴിഞ്ഞതോടെയാണ് ഇന്ത്യയുടെ സ്വകാര്യ കോട്ട വെട്ടിക്കുറച്ചത്. എന്നാൽ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളെ കേന്ദ്ര സർക്കാർ തീയതിയും മറ്റു കാര്യങ്ങളും അറിയിച്ചില്ലെന്നാണ് ഉയരുന്ന പരാതി. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വലിയ ഒരു വീഴ്ചയാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ മന്ത്രാലയമാണ് ഹജ്ജ് സംഗതികൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. നേരത്തെ ഹജ്ജ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂനപക്ഷ മന്ത്രാലയമായിരുന്നില്ല, എക്സ്റ്റേണൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. സ്വാഭാവികമായും വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ സൗദിയിലെ ഗവൺമെന്റിന് അതിൽ വലിയ പ്രഷർ അവർക്ക് അനുഭവിക്കേണ്ടി വരും. താമസ സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റുകൾ, പണമടക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് പോർട്ടൽ വഴി പൂർത്തീകരിക്കേണ്ടത്. 10,000 പേർക്ക് രണ്ടാമത് അവസരം നൽകിയിരുന്നെങ്കിലും പോർട്ടൽ വഴി മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 10,000 ആളുകൾക്ക് അവസരമുണ്ടാകുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. ഇവരുടെ പോർട്ടലിലോ ഔദ്യോഗികമായ സംവിധാനങ്ങളിലോ 10,000 ആളുകൾക്ക് കൊടുക്കാം എന്ന് പറയുന്നില്ല. ഇന്നുവരെ ഈ പോർട്ടൽ, നുസുക്കിൻ്റെ പോർട്ടൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. പേയ്മെൻറ്റ് വിൻഡോ ക്ലോസ് ആയി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഫീസ് അടയ്ക്കാനോ പണം അയക്കാനുള്ള ഒരു സംവിധാനവും നിലവിലില്ല. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പാണക്കാട് സാദിഖലി തങ്ങളും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു ചെറിയ പ്രതീക്ഷ, നമ്മുടെ പ്രധാനമന്ത്രി സൗദി സന്ദർശിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങള് വേണ്ടപ്പെട്ട അത്യാവശ്യം എല്ലാവരും ഉണർത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആ കാര്യം സൗദി ചെന്നിട്ട് അധികൃതരുടെ ശ്രദ്ധയില് പെടുത്തുമ്പോ എന്തെങ്കിലും ഒരു മാറ്റവും പരിഹാരവും ഉണ്ടായിക്കൂടായികല്ലാന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിസന്ധിയിലാവുന്നത് 50,000-ലധികം വരുന്ന തീർത്ഥാടകരാണ്. കേരളത്തിൽ നിന്നുള്ള ഹാജിമാരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഹാജിമാരുടെ ആവശ്യം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.